നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. നാളെ നവംബർ മാസം 1-ാം തീയതിയാണ്. മറ്റൊരു മാസം കൂടി ആരംഭിക്കുകയാണ്. വളരെയധികം സവിശേഷതകൾ നിറഞ്ഞ ഒരു മാസമെന്ന് വിശേഷിപ്പിക്കാം നാളെ ആരംഭിക്കുന്ന നവംബർ മാസത്തിന്. അത്രത്തോളം ഗ്രഹമാറ്റങ്ങൾ ഈ നവംബർ മാസത്തിൽ നടക്കുന്നു. കൂടാതെ നാളത്തെ പ്രത്യേകത ഏവർക്കും അറിയാമല്ലോ. നാളെയാണ് പ്രബോധിനി ഏകാദശി വരുന്നത്. നീണ്ട 142 ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ വിഷ്ണു നിദ്ര വിട്ട് ഉണരുകയാണ്. അപ്പോൾ നാളത്തെ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുവാനായി ഏവരും ശ്രമിക്കുക. കൂടാതെ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുവാൻ ലക്ഷ്മി ദേവിയെ ആരാധിക്കുക. അപ്പോൾ ഒരു മാറ്റം വന്നു ചേരുന്ന മാസമാണ് നവംബർ മാസം. പ്രത്യേകിച്ച് നാളത്തെ ദിവസം നോക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തുളസിയെ ഒരു രീതിയിലും ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. തുളസിയിൽ നിന്ന് ഇല നുള്ളിയെടുക്കാൻ പോലും പാടുള്ളതല്ല. പക്ഷേ നുള്ളിയെടുക്കേണ്ടി വന്നാൽ ആ തുളസിക്ക് യാതൊരുവിധ കോട്ടങ്ങളും വരാതിരിക്കാൻ കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നാളത്തെ ദിവസം രാവിലെ ആകട്ടെ വൈകിട്ടാകട്ടെ നിങ്ങൾ ഭാഗവത പാരായണം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും. മോക്ഷം ലഭിക്കുന്നതിനും ജീവിതത്തിൽ നിലവിലുള്ള എല്ലാവിധ പാപങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിനും ഇതുവഴി സാധിക്കും. അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് നാളെ. അത്രത്തോളം ഭാഗ്യം നിങ്ങളിത് മനസ്സിലാക്കേണ്ടതാണ്. നാളത്തെ ദിവസം കഴിവതും എല്ലാവരും അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാനും അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം കൂടി നടത്തിയിട്ടേ ഗൃഹത്തിലേക്ക് വരാൻ പാടുള്ളൂ. ഈ 3 ക്ഷേത്രങ്ങളിലും വെറുമൊയ്യോടെ പോകരുത്. നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾ ഒരിക്കലും മഷിയിട്ട് പോലും നോക്കിയാൽ കാണാൻ കഴിയുന്നതിനപ്പുറം നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത്. കാരണം 142 ദിവസത്തെ നിദ്രയ്ക്ക് ശേഷം ഭഗവാൻ വിഷ്ണു നിദ്ര വിട്ടുണരുകയാണ്. അതിൻ്റെ ഫലമായി നമ്മൾ ഭക്തർക്ക് അത്രത്തോളം നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുകയാണ്. ഇനി ഏതെങ്കിലും കാരണത്താൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട. നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കൂവളമാല സമർപ്പിക്കുക. കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞു കൊടുത്ത് ജലധാര കൂടി നിങ്ങൾ നടത്തുക. ഭഗവാന്റെ ശിരസിലേക്ക് ഒരു തണുപ്പ് എത്തുമ്പോൾ അത് അത്രത്തോളം ഭാഗ്യമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സുദിനമാണ്. അപ്പോൾ രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ മടി പിടിച്ചിരിക്കാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കാൻ മഹാദേവ ക്ഷേത്ര ദർശനം നടത്താനും നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രത്തോളം ഭാഗ്യമായ ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന. നിരവധി ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഓരോ നക്ഷത്രക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ പറയാൻ പോകുന്ന നാളത്തെ ദിവസം മുതൽ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാരുടെ കാര്യമാണ്. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മുന്നേയുള്ള 2 ദിവസങ്ങൾ മുതൽ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ആ ഒരു 3 രാശിക്കാരുടെ കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ട കുറച്ച് വഴിപാടുകൾ കൂടിയുണ്ട്. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയുകയാണ്, നാളത്തെ ദിവസം പ്രബോധിനി ഏകാദശിയാണ്. നീണ്ട 142 ദിവസത്തിന് ശേഷമാണ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു നിദ്ര വിട്ടുണരുകയാണ്. അപ്പോൾ ആ ഒരു നിദ്ര വിട്ടുണരുമ്പോൾ നമ്മൾ ഭക്തർ അന്നേ ദിവസം അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി നമ്മളിലേക്ക് പതിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മളൊന്നും നനയ്ക്കുന്നതിന് അപ്പുറമുള്ള മാറ്റമായിരിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകും. അപ്രതീക്ഷിത ധനയോഗം വന്നു ചേരും. ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ വിജയമുണ്ടാകുന്നതാണ്. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ ധനങ്ങൾ വരെ തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. കൂടാതെ വിദേശ ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. നവംബർ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശുക്രൻ്റെ രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി വിദേശ യോഗം തെളിയുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ തടസ്സങ്ങളാണ്. നിന്നെക്കൊണ്ട് ഇനി പോകാൻ പറ്റത്തില്ല, അവിടെ നിന്ന് നീ കളഞ്ഞിട്ട് പോരെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നവർ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ വിഷമിക്കുന്ന ആളുകൾ, അങ്ങനെ ഏതെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് കടൽ കടന്ന് പോയി നിങ്ങളുടെ സ്വപ്നം നെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു നവംബർ മാസം അല്ലെങ്കിൽ മറ്റൊരു മാസമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നാളെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങൾ തീർച്ചയായും നടത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുക, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. അത് സമയമില്ല അങ്ങനെ ഇങ്ങനെയാ പറഞ്ഞ് മടിപിടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ നിങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭാഗ്യമായിരിക്കും. കാരണം 142 ദിവസത്തെ നിദ്രയ്ക്ക് ശേഷം ഭഗവാൻ ഉണരുന്ന സുദിനമാണ് നാളെ. അപ്പോൾ രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ ഭാഗവതം കുറച്ചെടുത്തൊന്ന് പാരായണം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അക്ഷരത്തെറ്റുകൾ ഉണ്ടായാൽ പോലും അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി. മടിപിടിച്ചിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന് നേട്ടമുണ്ടാകാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാരെക്കുറിച്ച് കൂടി പറയാം. അവർ ചെയ്യേണ്ടതായ, അതായത് നാളെ ചെയ്യണമെന്നല്ല, ഈ നവംബർ മാസം തീരുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ടതായ പരിഹാരങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന്.
ആദ്യത്തെ രാശിയായി വരുന്ന തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. തുലാം രാശിക്കാരായ ആളുകൾക്ക് പുതിയ ഒരു തുടക്ക സമയമാണ്. അതായത് എന്തൊക്കെ മുന്നേ ഉള്ള സമയങ്ങളിൽ സംഭവിച്ചു അതൊക്കെ നിങ്ങൾ മറന്നേക്കൂ. അതിനേക്കാൾ ഏറെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം ഉണ്ടാകുന്നതാണ്. ഒരു ജോലി ഉണ്ടാകും, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സന്താനങ്ങളുടെ സൗഖ്യവുമായി, അല്ലെങ്കിൽ ഒരു സന്താന ഭാഗ്യവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ തുടക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നവംബർ മാസം. കൂടാതെ ശുഭകരമായ ഒരു സന്ദേശം ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചിലപ്പോൾ അകന്നു കഴിഞ്ഞ ആളുകളാകാം, അവർ ഒന്നിക്കുന്ന സന്ദേശം, അല്ലെങ്കിൽ ജോലിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സന്ദേശം, വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് കേൾക്കുന്ന സന്ദേശം. അങ്ങനെ ശുഭകരമായ ഒരു സന്ദേശം നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളൂ, നിങ്ങൾ ഈ വാക്കുകൾ വിശ്വസിച്ചുകൊള്ളൂ. ഈ വരുന്ന നവംബർ തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ചെവിയിൽ എത്തിച്ചേരുന്നതാണ്. ജോലിസ്ഥലത്ത് അംഗീകാരം വന്നു ചേരുന്ന ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ആരുടെ മുമ്പിൽ അങ്ങോട്ട് അംഗീകാരം കിട്ടുന്നില്ല. ആർക്കും ഒരു, നമ്മൾ പറയേണ്ട പട്ടിയുടെ വിലയെന്ന് പറയുന്നത് അതുപോലും നമുക്ക് തരുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഉള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങൾക്കുമുള്ള അംഗീകാരം ഇനി നിങ്ങളെ തേടി എത്തുന്നതാണ് നവംബർ മാസത്തിൽ. വളരെ കാലമായി മനസ്സിൽ ഇങ്ങനെ കോറിയിട്ടിരുന്ന, അല്ലെങ്കിൽ വളരെ കാലമായി മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് നവംബർ മാസം. മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, അതിലുപരി ഐക്യമുണ്ടാകും. കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം പല രീതി, പല സ്വഭാവത്തിലിരുന്നാൽ എങ്ങനെയാണ് അവിടെ സന്തോഷം, സമാധാനം, അതിലുപരി ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാകുന്നത്? ഇവിടെ നിങ്ങളിലേക്ക് ഐക്യമുണ്ടാകുമ്പോൾ സ്വയമേവ നിങ്ങളുടെ ഗൃഹം സമാധാനപൂരിതമായി മുന്നോട്ട് പോകും. ഇനി അവിവാഹിതരായ ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തമ ഇണയെ കണ്ടെത്തുവാൻ ഈ നവംബർ അവസാനിക്കുന്നതിന് മുമ്പ് സാധിക്കും. ഒരു പ്രത്യേക വ്യക്തിയുടെ കടന്നുവരവാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് എത്തിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ ആനന്ദത്തിലേക്ക് എത്തിക്കുവാനായി ഒരു വ്യക്തി കടന്നു വരുമെന്നതാണ് ഇവിടെ കാണാൻ സാധിച്ചത്. മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെയധികം ആത്മവിശ്വാസ വർധനവ് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. സ്വയം തന്നെ നിങ്ങളൊരു പൊളിച്ചടുക്കുക, അതായത് നിങ്ങൾ തന്നെ നിങ്ങളെക്കൊണ്ട് നിങ്ങളെ ഏതെല്ലാം രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചില ആശയങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ രൂപം കൊള്ളുന്നതാണ്. അത് പല വിധത്തിൽ നിങ്ങൾക്ക് നേട്ടവും ഭാഗ്യവും കൊണ്ടുതരുന്ന ഒരു മാസമാണ്. എത്രത്തോളം ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നു, പ്രത്യേകിച്ച് നോക്കുമ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഒറ്റ പ്രത്യേകത മതി തുടർന്നുള്ള സമയങ്ങളിൽ ജീവിതം വളരെയധികം നേട്ടമാകാൻ. 142 ദിവസത്തെ നിദ്രയ്ക്ക് ശേഷം ഭഗവാൻ ഉണർന്ന് വരികയാണ് നമ്മൾ ഭക്തരുടെ ഇംഗിതങ്ങൾ കേൾക്കാൻ, അല്ലെങ്കിൽ ഭക്തരെ അനുഗ്രഹിക്കുവാനായിട്ട്. അപ്പോൾ അന്നേ ദിവസം ഭഗവാനെ വാഴ്ത്തുന്നത് ഏതെല്ലാം രീതിയിൽ നമ്മളെ കൊണ്ട് വാഴ്ത്താൻ സാധിക്കുമോ, ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കും, അതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നിങ്ങൾ പിന്നെ കണ്ടറിഞ്ഞുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ചെയ്യേണ്ടതായത്, അത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം. ആദ്യം ചിത്തിര നക്ഷത്രക്കാരായ നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. കൂടാതെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതും ഈ നവംബർ തീരുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരു തവണ ചെയ്താൽ മതി. അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക, തൃക്കൈവെണ്ണ സമർപ്പിക്കുക. കൂടാതെ ശാസ്താ ക്ഷേത്ര ദർശനവും നിങ്ങൾ നടത്തേണ്ടതാണ്. ഇനി ചോതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ദുർഗാദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അതായത് ഒറ്റ ഒരു ആഗ്രഹം പറഞ്ഞ് നിങ്ങളിത് ചെയ്യുക. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായാൽ നിങ്ങൾ പിന്നെയും തുടർന്ന് നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക, ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെടിവഴിപാട് കൂടി നടത്തേണ്ടതാണ്. അപ്പോൾ ശത്രുശല്യം ഉണ്ടെങ്കിലും ശത്രുക്കൾ നിമിത്തം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഈ വെടിവഴിപാട് നടത്തുന്നതിലൂടെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞ് അവിടെ ഒരു വെടിവഴിപാട് ദേവീക്ഷേത്രത്തിൽ, അടുത്തുള്ള ദേവീക്ഷേത്രമായാലും മതി, അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഒരു വെടിവഴിപാട് നടത്തിയാൽ മതി. എന്തുവിധ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പേടി ഭയമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ദേവി ഒരു അനുഗ്രഹവും കവചവുമായി ഉണ്ടാകും. ശത്രുശല്യങ്ങളിൽ നിന്നൊക്കെ ഇതിന് ഒരു മോചനം ഉണ്ടാകുന്നതിന് ഇതൊന്ന് ഈ നവംബർ മാസം തീരുന്നതിന് മുന്നേ തന്നെ ചെയ്താൽ മതിയാകും. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും ശുഭകരമായ സമയമാണ് നവംബർ മാസം മുതൽ തുടങ്ങുന്നത്.
ഒരു ആകർഷണത്വം ഉണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോട് തന്നെ നമ്മൾ പറയുക, ചില ആളുകൾ പറയും കണ്ണാടി സ്വയം നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഇഷ്ടം തോന്നാറില്ല, നിങ്ങളുടെ മുഖം അതുകൊണ്ട് കണ്ണാടിയിൽ പോലും നിങ്ങൾ നോക്കാറില്ല എന്ന്. കാരണം എന്തെന്നാൽ നമുക്ക് നമ്മളോട് തന്നെ പലപ്പോഴും വെറുപ്പ് തോന്നാറുണ്ട്. കാരണം ജീവിതത്തിലെ ഉണ്ടായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാകാം അങ്ങനെ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആകർഷണത്വം ഉണ്ടാകും. അതിലൂടെ തന്നെ മറ്റുള്ളവർക്കും നിങ്ങളോട് ആകർഷണത്വം ഉണ്ടാകും. നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രവിക്കാൻ നാലാൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് വളരെയധികം വലിയൊരു പ്രത്യേകതയായി കാണാവുന്നതാണ്. കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതേപോലെ തന്നെ സൗന്ദര്യബോധം വർദ്ധിക്കുന്നതാണ്. ചില ആളുകളുണ്ട് എങ്ങനെയെങ്കിലും അങ്ങ് നടക്കാം, ഒരു പൗഡർ പോലും ഇടാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. ഏതെങ്കിലും ആവട്ടെ, ഇനി എന്തുവാ മുന്നോട്ട് അങ്ങനെയെങ്കിലും പോകട്ടെ എന്നൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളവരുണ്ടാകും. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുകയാണ്. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യത്തെ തന്നെ വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയിലേക്ക് വരെ നിങ്ങൾ എത്തിച്ചേരുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അതൊക്കെ മാറി മധുരം വന്നു ചേരും, മാധുര്യമായി മാറും നിങ്ങൾ ദമ്പതികൾക്കിടയിലുള്ള ആ സ്നേഹം. ചില വ്യത്യാസങ്ങൾ, ചില പാകപ്പിഴകൾ, ചില താളം തെറ്റലുകൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, അതൊക്കെ മാറുന്ന ഒരു സമയത്തിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. നാളെ മുതൽ ഒരു സാമ്പത്തികമായും ഒരു ശാന്തമായൊരു അന്തരീക്ഷം ഉണ്ടാകും. ആകെ കലുഷിതമായി കലങ്ങി മറിഞ്ഞു കിടന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ ആ അവസ്ഥ മാറി ഇവിടെ ഒരു തെളിച്ചമുണ്ടാവുകയാണ്. ചില പിന്തുണകളൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ വളരെ വലിയ ദുഃഖങ്ങളിലെത്തുമ്പോഴും ഒരു താങ്ങായി തണലായി ഒരാളെങ്കിലും നമ്മൾ പറയുന്ന വിഷമങ്ങൾ ശ്രവിക്കുവാൻ കൂടെയുണ്ടെങ്കിൽ അതിനപ്പുറം സമാധാനം എന്താണ് വേണ്ടുന്നത്? പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാനും തള്ളി പറയാനും ചവിട്ടി താഴ്ത്താനും മാത്രമായിരുന്നു കൂടെ ഉള്ളവരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗ്രഹമാറ്റങ്ങൾ നവംബർ മാസം മുതൽ തുടങ്ങുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തു പൂർത്തീകരിക്കാനും നാലാളുടെ മുന്നിൽ അംഗീകാരത്തോടെ സന്തോഷത്തോടെ നിലനിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സമൂഹത്തിൽ മാന്യത ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നവംബർ മാസം മുതൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന വഴിപാട് കൂടി പറഞ്ഞു തരാം. വിശാഖം നക്ഷത്രക്കാർ ശാസ്താവിന് വഴിപാട് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ശാസ്താക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അനിഴം നക്ഷത്രക്കാർ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ വഴിപാടുകളൊക്കെ അതായത് കറുകമാല സമർപ്പിക്കുക. കൂടാതെ നിങ്ങൾക്ക് എന്ത് സമർപ്പിക്കാമോ അതൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കറുകമാല സമർപ്പിക്കേണ്ടതാണ്. തേങ്ങ നടക്കിലുടയ്ക്കാവുന്നതാണ്. അതേപോലെ ഇതിനൊന്നും സാധിക്കുന്ന 1 രൂപ നാണയമെങ്കിലും നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് നിങ്ങൾക്ക് സമർപ്പിക്കാം. അപ്പോൾ ഈ ഒരു നവംബർ തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കറുകമാല സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാരയാണ് സമർപ്പിക്കേണ്ടതായിട്ടുള്ള. മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ജലധാര നടത്തുക. ജലധാര നടത്തുന്ന സമയത്ത് റെസിപ്റ്റ് എഴുതി കൊടുത്ത് അതായത് നമ്മൾ പറയാം നാളത്തേക്കാകട്ടെ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പോരും. പിന്നെ ചിലപ്പോൾ ചെല്ലാറില്ല ആളുകൾ, അത് കാണാറുമില്ല. പക്ഷേ അങ്ങനെയല്ല, ജലധാര നടത്തുന്ന സമയത്ത് അത് നിങ്ങളുടെ ദൃഷ്ടി കൊണ്ട് ഭഗവാന് ആ ധാര നടത്തുന്നത് നിങ്ങൾക്ക് കാണണം. കണ്ടാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടൂ. അപ്പോൾ ആ ധാര നടത്തുന്ന വേളയിൽ ഭഗവാനിലേക്ക് ദൃഷ്ടി ഊന്നി നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക, നമ്മുടെ പ്രാർത്ഥനകൾ പറഞ്ഞുകൊണ്ട് ആ ജലധാര നമുക്ക് കാണുവാനായി സാധിച്ചാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വഴിപാടുകളാണ് ഈ 3 നക്ഷത്രക്കാരായ ആളുകൾ നടത്തേണ്ടത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും ഗ്രഹമാറ്റങ്ങൾ ഒരുപാട് നടക്കുന്ന സമയമാണ് നവംബർ മാസം. പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായും അത് അനുകൂലമായ ഫലങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായും ഇവിടെ കാണുന്നുണ്ട്. വളരെ കാലമായി കഠിനമായ അധ്വാനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഒരു സമ്മതി, അതായത് ഒരു പിന്തുണയൊന്നും പലപ്പോഴും കർമ്മമേഖലയിൽ നിന്നും കിട്ടുന്നില്ല, എവിടെ നിന്നും കിട്ടുന്നില്ല. ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ആ അവസ്ഥകൾക്ക് മാറ്റം വരും. വിജയ സൂചനകളാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. കുടുംബത്തിൽ സന്തോഷം, സമാധാനം ഉണ്ടാവും. മാതാപിതാക്കളിൽ നിന്ന് പിന്തുണ വന്നു ചേരുന്നതാണ്. ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ, നെഞ്ചിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ശാരീരികമായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. അല്പം മനപ്രയാസം കൂടി വരുമ്പോഴാണ് പലവിധ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉള്ളതായി തോന്നലുകൾ വരെ ഉണ്ടാകുന്നത്.
അപ്പോൾ അതൊക്കെ ഇവിടെ മാറുന്ന ഒരു സമയമാണ്. മാനസിക ബുദ്ധിമുട്ടുകൾ, അതായത് സമ്മർദ്ദങ്ങൾ, ടെൻഷനുകൾ, ഇതൊക്കെ വ്യാധികളൊക്കെ മാറുന്ന ഒരു സമയം കൂടി നവംബർ മാസം മുതൽ തുടങ്ങുകയാണ്. മാനസികമായ ഒരു സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി, ഒരു ധൈര്യം, ഒരു എനർജി, ഇതൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് നാളെ മുതൽ കുംഭം രാശിക്കാരായ ആളുകൾക്ക് തുടങ്ങുന്നത്. മറ്റൊരു മാസം തുടങ്ങിയാണ്. വളരെയധികം ഗ്രഹമാറ്റങ്ങൾക്ക് കാരണമാകുന്ന സമയം ഒരു മാസമാണ് നവംബർ മാസം. അപ്പോൾ ഓരോ മനുഷ്യരും ഈ ഗ്രഹമാറ്റത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും. ചിലർക്ക് ഗുണകരമാകാം, ചിലർക്ക് അല്പം ബുദ്ധിമുട്ടുകളായ അവസ്ഥയിലൂടെയും കടന്നു പോകേണ്ടതായി വന്നു ചേരുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ആ 3 നക്ഷത്രക്കാരായ ആളുകൾ ചെയ്യേണ്ട വഴിപാടുകൾ കൂടി നോക്കാം. അവിട്ടം നക്ഷത്രക്കാരായ ആളുകൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുവാനും പാൽപ്പായസം ഭഗവാന് വഴിപാടായി സമർപ്പിക്കുവാനുമായി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇനി ചതയം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കേണ്ടതാണ്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് കറുകമാല സമർപ്പിക്കുക. ഇനി പൂരുരുട്ട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ 2 രാവിലെയും വൈകിട്ടുമായിട്ട് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ പോകുമ്പോൾ ഒരുമിച്ച് ശിവക്ഷേത്ര ദർശനം നടത്താം. അതേപോലെ ദുർഗാദേവി ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രത്യേക വഴിപാടുകളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ 1 രൂപയാണെങ്കിൽ അത് തലയ്ക്ക് 3 പ്രാവശ്യം ഒഴിഞ്ഞ് പ്രധാന വഞ്ചിയിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ 4 മുതൽ തുടങ്ങുന്ന നവംബർ മാസം വളരെയധികം മാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസ പ്രത്യേകത കൂടി മറക്കാതിരിക്കുക. ഭാഗവത പാരായണം നിങ്ങൾ ഏവരും ഒന്ന് ചെയ്തു നോക്കുക. അല്പം തെറ്റുകളൊക്കെ വന്നാൽ പോലും ഭഗവാൻ അത് പുറത്തുകൊള്ളും. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ തെറ്റുകളോടുകൂടി തന്നെ അടുത്ത വരി വായിക്കുകയല്ല. അല്പം തെറ്റുകൾ വന്നാൽ ആ വരി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മുന്നോട്ട് തെറ്റുതിരുത്തി പോയാൽ മതി. നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഒറ്റ കാര്യം മതി നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മോക്ഷങ്ങൾ ഉണ്ടാകാൻ. അറിഞ്ഞോ അറിയാതെയോ വ്യക്തികളോടോ മൃഗങ്ങളോടോ ജന്തുക്കളോടോ പക്ഷികളോടോ അങ്ങനെ എന്തിനോടോ നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ പുറത്തു തരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഭാഗവത പാരായണം നാളത്തെ ദിവസം ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി നവംബർ മാസത്തിൻ്റെ ഫലം പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ തന്നെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കും അതേപോലെ മുന്നേയുള്ള സമയങ്ങളിൽ ഇട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള നക്ഷത്രക്കാർക്കും ഒക്കെ വളരെയധികം ഭാഗ്യ സമയമാണ് നവംബർ മാസം. അപ്പോൾ ഈ വഴിപാടുകൾ കൂടി നിങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുക. ഏവർക്കും നല്ലത് വരട്ടെ. നന്ദി.